ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മാങ്ങാണ്ടിയുടെ ഒരു പുതിയ ട്രാവൽ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുറകിൽ കാണാം പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഓക്കെ, അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ആറന്മുളയാണ്. ആറന്മുള, അവിടെ കുറേ സുഹൃത്തുക്കൾ നമ്മളെ കാത്തു നിൽപ്പുണ്ട്. ആറന്മുള നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ് ആറന്മുള, അല്ലേ? വള്ളംകളിയുണ്ട്, വള്ള സദ്യയുണ്ട്, ഓണത്തിന് അതുപോലെ ഒരുപാട് കലാകാരന്മാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ആറന്മുള. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആറന്മുളയിലോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ നേരെ ആദ്യം പോകുന്നത് സംഗീതിന്റെ വീട്ടിലോട്ടാണ്. ഓക്കെ, സംഗീതാണ് സംഗീതും മനുവാണ് നമുക്ക് ആറന്മുളയിലെ അമ്പലത്തിലും അതുപോലെ തന്നെ അങ്ങോട്ടുള്ള പല കാര്യങ്ങളും എല്ലാം സർപ്രൈസ് ആണ്. നമുക്ക് പല കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ രാവിലെ നമ്മളൊരു ശിവക്ഷേത്രത്തിലാണ് പോകാൻ പോകുന്നത്. അപ്പൊ സംഗീത് പറഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നാൽ മതി, ഞാൻ റെഡി ആയിട്ടിരിക്കും. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ പോവാം. രാവിലെ സംഗീതിനെ വിളിച്ചു, ഫോൺ എടുത്തു, ഇറങ്ങി നിൽക്കുമെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായിരുന്നാലും ഒന്ന് പോയി നോക്കാം. അളിയാ, ഞാൻ വിചാരിച്ചു നീ എണീച്ചു കാണൂല്ലോ. ആണോ? ഓക്കെ, താങ്ക് യു. അമ്പലത്തിൽ പോകാനുള്ള മുണ്ടുകളാണ് കേട്ടോ തന്നിരിക്കുന്നത്. മുണ്ട് പോലും ഇല്ലാതെയാണ് ആറന്മുള അമ്പലത്തിൽ. അമ്പലത്തിൽ കയറുന്നത്. അപ്പൊ ഇനി മുണ്ടെടുത്ത് നേരെ അമ്പലത്തിലോട്ട്, ആദ്യ ശിവക്ഷേത്രം. ഓക്കെ, അപ്പൊ മുണ്ടൊക്കെ എടുത്ത് റെഡിയാണ് നമ്മള്. ഇനി നേരെ ശിവക്ഷേത്രത്തിൽ. എടാ, ശിവക്ഷേത്രത്തിന്റെ പേരെന്തോന്നു? അരിങ്ങോട്ടുകാവ് മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ആറന്മുളയായിട്ട് ബന്ധപ്പെട്ട് കുറെ മലയച്ചന്മാരുടെ ക്ഷേത്രങ്ങളുണ്ട്. ഓക്കെ, മലയച്ചന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മഹാദേവൻ സങ്കല്പമാണ്. ഓക്കെ, നമ്മുടെ നാടിനെ കാത്ത് പരിപാലിക്കുന്ന ഈ മലയച്ചന്മാരാണെന്നാണ്. അപ്പം ഈ അമ്പലത്തിന് ചുറ്റും മലയച്ചന്മാരുടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ആറന്മുള അമ്പലത്തിന്റെ ആറന്മുള ദേശത്തിന്റെ ചുറ്റും. ഓക്കെ, ആറന്മുള ദേശം എന്നാണ് പറയുന്നത് അല്ലേ? ദേശദേവൻ എന്നാണ് ആറന്മുള എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് എങ്ങോട്ടാണ്? നെക്സ്റ്റ് നമ്മള് തിരിച്ച് നമുക്കൊരു കാര്യം ചെയ്താലോ. ഇപ്പൊ ഈ ഉത്സവത്തിന്റെ ഒന്നാം ഉത്സവത്തിന്റെ ദിവസം ഈ കൊടിയേറുന്നതിന് മുമ്പായിട്ട് ആറന്മുള ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ്. ഓക്കെ, ആറന്മുള ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ 6 മുള കെട്ടിയ ചങ്ങാടത്തില് വന്നിറങ്ങിയ സ്ഥലം എന്നാണ്. അതുകൊണ്ടാണ് ആറന്മുള എന്ന് പേര് വീണത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബസ്സിനോ ട്രെയിനിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് വരുന്നത്. ഓക്കെ, ആറന്മുളയ്ക്ക്. ഓക്കെ, അപ്പം വരുന്ന റൂട്ടിൽ തന്നെയാണ് ഈ ശരിക്കും ഈ വിളക്കുമാടം എന്ന് പറയുന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് ആറന്മുള വരുന്ന സമയത്ത് ഒരു 8 കിലോമീറ്റർ, 8 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ മൂലസ്ഥാനമായി. അപ്പൊ അവിടെ നിങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ. ഇപ്പം ഇത്രയും നമ്മൾ റോഡിൽ നിന്ന് വന്നുള്ളൂ, ഒരു വണ്ടിയുടെ ശബ്ദമോ മറ്റ് ബഹളമോ ഒന്നും നമുക്ക് ഇവിടെ കേൾക്കുന്നില്ല. നമ്മൾ ഭയങ്കര സൈലന്റ് ആണ്, ഭയങ്കര വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ. നമ്മളിവിടെ വന്നിരുന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും കിട്ടും. ശരിക്കും ഇത് ഇവിടം ആയിരുന്നു ശരിക്കും പമ്പ നദി. പമ്പ നദിയുടെ വീതി ശരിക്കും ഇത്രയും ഉണ്ടായിരുന്നു. ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇറങ്ങി നദികളെല്ലാം മരിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ ലാസ്റ്റ് മഴ പെയ്ത സമയത്ത് ഇത് കയറിയിട്ടുണ്ടായിരുന്നു. അത് കയറി, ഇവിടം വരെയൊക്കെ കയറും. ആണല്ലേ? കുറച്ചും കൂടെ രസമാണ് അങ്ങോട്ട് പോവാൻ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് പേടി. അത്ര ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്ക് അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ പരിചയം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴോട്ടൊക്കെ പോവാറുള്ളൂ. ഭയങ്കര അപകടമാണ് ഇതിന്റെ അങ്ങോട്ട് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഴം കൂടിയ ഭാഗമാണ്. ഈ നമ്മുടെ ആറന്മുള ഭാഗത്തുള്ള പോലെ ഒരു നിരപ്പോ കാര്യങ്ങളോ ഒന്നും പമ്പ നദിക്ക് ഇവിടെ ഇല്ല. ഇവിടെ നല്ല ആഴമാണ്, വലിച്ചെടുത്തുകൊണ്ട് പോകും വീണ് കഴിഞ്ഞു. ഇവിടം വരെ വരുന്നതാണ് സേഫ്. പിന്നെ അത്യാവശ്യം നീന്തൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടം വരെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവിടെ അധികം നേരം നിൽക്കണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങോട്ടൊന്ന് പോയിട്ട് വന്നാലോ? എനിക്ക് നീന്തൽ അറിയാം. നീന്തൽ അറിഞ്ഞൂടാത്തവരെ നീന്തൽ അറിയുന്നവര് സംരക്ഷിക്കുമല്ലോ. തീർച്ചയായിട്ടും ഭഗവാനുണ്ടല്ലോ സംരക്ഷിക്കും. വിശ്വാസമല്ലേ എല്ലാം.
ഇതിൽ കുറച്ചുകൂടെ സൂം ഉണ്ടായിരുന്നു ഞാൻ കരയ്ക്കാൻ അങ്ങ് നിൽക്കായിരുന്നു. ഇതിനിടയ്ക്ക് ഇങ്ങനെ നമ്മൾ താന്നു പോകുന്ന വല്ല സ്ഥലങ്ങളും വല്ലതും ഉണ്ടോ? ഇങ്ങനെ നമ്മൾ ഈ സിനിമയിലെ കാണുന്ന പോയിട്ട് ഇങ്ങനെ ബ്ലിം ബ്ലിം എന്നൊരു സൗണ്ട് മാത്രം. അതെ അല്ലേ? അതെ അതെ, വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദിയാ. പക്ഷെ പമ്പയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അടിയൊഴുക്കാണ്. അടിയൊഴുക്ക്, ഭയങ്കര അടിയൊഴുക്ക്. ഇങ്ങനെ കാണുന്ന പമ്പയെ അല്ല ശരിക്കും അടിയില്. ഈ വിളക്കാണ് ശരിക്കും കടത്തിന്റെ അവിടെ വന്നപ്പോഴത്തേക്കും ഭഗവാൻ കണ്ടതെന്നാ പറഞ്ഞത്. ഈ വിളക്ക് കിടത്തില്ല, അതിങ്ങനെ കത്തിച്ചു വെച്ചേക്കും, കെടാതെ ഇവിടെ എപ്പോഴും ഈ വിളക്ക് ഇവിടെ കാണും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വിളക്ക് കണ്ടിട്ടാണ് ഭഗവാൻ ഇവിടെ ആ ചങ്ങാടം അടുപ്പിച്ചതെന്നാ പറയുന്നത്. എന്നാണ് ഇത് വിളക്കുമാടം കൊട്ടാരം എന്നാ പറയുന്നത്. ശരിക്കും ഒരു പഴയ പാവം പിടിച്ചൊരു വയസ്സായ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇനി നമ്മൾ എങ്ങോട്ടാണ്? ഇനി നമ്മൾ തിരിച്ച് കണ്ണങ്ങാട്ട് മഠം എന്ന് പറയും. കണ്ണങ്ങാട്ട് മഠം. ഓക്കെ. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ വണ്ടി കയറിയിട്ട് പറയാം. കണ്ണങ്ങാട്ട് മഠം എന്ന് പറയുന്നത് ശരിക്കും ആറന്മുള ഭഗവാൻ ഇപ്പൊ നമ്മൾ പോയ വിളക്കുമാടം മൂലസ്ഥാനം എന്നുള്ളത് മാത്രമല്ല, ഈ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ വന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു അറയുണ്ട് അടിയിൽ. ആ അറയിലാണ് ഭഗവാൻ റെസ്റ്റ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. പ്രശ്നം വെച്ച സമയത്തും ഒക്കെ ഈ അറ പൊളിക്കരുത്, ഇത് കൊട്ടാരം പുതുക്കി പണിത സമയത്തൊക്കെ അറ പൊളിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദ്യളവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുറത്തി എന്ന് പറയുന്ന സ്ത്രീ അവിടെ വന്ന് നിന്ന് അതാ കാണുന്നേ ആ കല്ല് വെച്ചായിരിക്കുന്നത് അല്ലേ? ആ സ്ത്രീ വന്നിരുന്നേ, അവിടുന്ന് മരിച്ചു, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ആയിരുന്നു പണ്ട് ചോദ്യളവ് നടന്നു. ചോദ്യളവ് നടന്നപ്പോൾ ഒരു കല്ലുണ്ടായിരുന്നു, ഭയങ്കര ഒരു കല്ല. അത് കഴിഞ്ഞിടെ പൊട്ടിച്ചത് അതേലാണെന്ന് കൊടുക്കുന്നു. അന്ന് ഇവിടെ താമസിച്ചോണ്ടിരുന്ന ബ്രാഹ്മണന്മാരാ. ഓ അത് ശരി. അവര് അന്ന് ഇവിടെ താമസിച്ചോണ്ടിരുന്ന അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. ഭഗവാൻ രാത്രി ആയതുമൊക്കെ കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളതാ, എനിക്കറിയാൻ വയ്യ. അപ്പം അവരാ ഇത് അളന്ന് കൊടുക്കുന്നത്. ഇവിടെ അറയൊക്കെ ഉണ്ടായിരുന്നു, ഇതിനകത്ത് ആ നെല്ല് കൊണ്ട് ഇടുന്നത്. അതിനകത്ത് ഇവിടെ വലിയ ഭയങ്കര അറയും നിരയും എല്ലാമായിട്ടായിരുന്നു ഇതിനെ ചേർത്ത്. അതെല്ലാം ആ ദേവസ്വക്കാര് പൊളിച്ചോണ്ട് പോയി. അതെ അതെ. അല്ല, ഈ ഭഗവാൻ ഇപ്പം രാത്രിയിൽ രാത്രി വൈകിട്ട് ഇവിടാണ് രാത്രി ഉറക്കം ഇവിടെ. അതെ അതെ. വെളുപ്പിന് ഇവിടുന്ന് അങ്ങ് പോകും. ഞാൻ ഇപ്പോഴത്തെ പറഞ്ഞ ഐതിഹ്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതിന്റെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഏതോ അടിച്ച് തൂക്കുന്ന സ്ത്രീ വന്നു, അവരെ കുലുങ്ങി അവര് പേടിച്ച് റോഡിൽ ഇറങ്ങി നിന്നു. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലതുമുണ്ട്. ഭഗവാന്റെ സാമീപ്യം എന്തായാലും ഇവിടെ ഉണ്ട്. ഭഗവാനെ കാണുക എന്ന് പറഞ്ഞ് ഈ സ്ത്രീ ഇവിടെ വന്ന് കാവലിരുന്നു. അവരുടെ കണ്ണ് പൊട്ടിപ്പോയി. ഇപ്പോഴേക്കുമല്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാ. അവരുടെ ഒരു കണ്ണ് അങ്ങ് പോയി. പുള്ളിക്കാരൻ വരുന്നത് കാണുക എന്നൊരു പരീക്ഷണത്തിന് വേണ്ടി വന്നിരുന്നതാ. അന്ന് ഇതൊന്നും വല്ല ഭയങ്കര ഇതായിരുന്നു. ആറേയും നേരമായിട്ട് വലിയ കളരത്തിലൊക്കെ മഠം പോലെ തന്നെയായിരുന്നു. ഇത്രയും കളറുണ്ടായിരുന്നു തറയ്ക്ക്. ആണല്ലേ? അതെല്ലാം താത്തതാ ദേവസ്വക്കാര്. അപ്പം ഈ അറയെല്ലാം പൊളിച്ച് ഇവരെ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ ഈ അറയ്ക്കകത്ത് കൃഷിയെല്ലാം ചെയ്ത് ഈ അറയ്ക്കകത്ത് കൊണ്ടാ നെല്ല് സ്റ്റോക്ക് ചെയ്യുന്നു. ഇവിടുന്ന് നെല്ല് കുത്തി അമ്പലത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എന്നാ പറയുന്നത് ആദ്യകാലത്ത് നേദ്യം വെക്കാൻ. പെണ്ണുങ്ങൾ നെല്ല് കുത്തി അതിന്റെ അനുഭവങ്ങളുണ്ട്. അതിന്റെ ഒരു കല്ലൊക്കെ അവിടെ ഉണ്ടായിരുന്നു, എനിക്കറിയാം. ഇപ്പോഴും കല്ല് കിടപ്പുണ്ടല്ലേ, അവിടെ ഇട്ട് കുത്തിയിട്ട് അവിടെ കൊണ്ടുപോകും. പിന്നെ കാലക്രമേണ മാറിയപ്പോ എല്ലാം മാറി എന്നുള്ളതേ ഉള്ളൂ. ശബരിമല ഇവിടുന്ന് പൊടിച്ചോണ്ടാ കൊണ്ടിരുന്നത്. ഇപ്പോഴും അവിടെ അല്ലയോ പൊടിക്കുന്നത്. അതാ പറഞ്ഞെല്ലാം മാറി.